പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ക്രിസ്തുമസ് വിരുന്നിൽ കേരളത്തിലെ ബിഷപ്പുമാർ രോമാഞ്ചഖഞ്ചികരായി നിന്ന് കേക്കും മുന്തിരിവാറ്റും കഴിച്ചെന്ന് പറഞ്ഞ കേരളത്തിലെ നാക്കിന് എല്ലില്ലാത്ത സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അതേക്കുറിച്ച് ഇന്നലെ നടത്തിയ പ്രസ്താവന പിൻവലിക്കൽ പ്രഹസനവും അങ്ങേയറ്റം ആത്മാർത്ഥതയില്ലാത്തതും ആളുകളെ പൊട്ടൻ കളിപ്പിക്കുന്ന മൂന്നാംകിട പൊറാട്ട് നാടകവുമായിരുന്നുവെന്ന് പറയാതെ വയ്യ. തൻ്റെ പ്രസംഗത്തിലെ ഏത് വിഷയത്തിലാണ് ക്രൈസ്തവർക്ക് പ്രയാസമുണ്ടായതെന്ന് തനിക്ക് മനസ്സിലായിട്ടില്ല എന്നും തനിക്ക് തോന്നുന്നത് വീഞ്ഞ് കേക്ക് എന്ന വാക്കുകളായിരിക്കാം എന്നും അങ്ങനെയാണെങ്കിൽ ആ രണ്ട് വാക്കുകൾ പിൻവലിക്കുന്നുവെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു സജി ചെറിയാന്റെ പത്രസമ്മേളനം. പിൻവലിച്ച വാക്കുകളിൽ രോമാഞ്ചം എന്ന അങ്ങേയറ്റം ഹീനമായ അദ്ദേഹത്തിന്റെ പ്രയോഗം ഉണ്ടായിരുന്നുമില്ല. പത്രക്കാരത് എടുത്തു ചോദിച്ചപ്പോൾ മാത്രമാണ് മന്ത്രി അതുകൂടി പിൻവലിക്കാൻ തയ്യാറായത്. ഇക്കാര്യങ്ങളിൽ നിന്ന് തന്നെ യാതൊരു ആത്മാർത്ഥതയും ഇല്ലാത്തതായിരുന്നു അദ്ദേഹത്തിന്റെ പിൻവലിക്കൽ നാടകമെന്ന് അരിഭക്ഷണം കഴിക്കുന്നവർക്കെല്ലാം ബോധ്യമായി. പിന്നെ മുന്തിരിവാറ്റ് എന്നല്ലാതെ വീഞ്ഞ് എന്നൊരു വാക്ക് അന്ന് സജി ഉപയോഗിച്ചിരുന്നില്ല. മുന്തിരിവാറ്റും വീഞ്ഞും വേറെ വേറെയാണെന്ന് സാംസ്കാരിക മന്ത്രിക്ക് അറിയാൻ മേലാഞ്ഞിട്ടല്ല. താളത്തിൽ വിടുവായത്തം പാടി വൈദിക ശ്രേഷ്ഠരെ മനഃപൂർവ്വം താറടിച്ചിട്ട് ഇപ്പോൾ പിൻവലിച്ചപ്പോൾ വീഞ്ഞ് എന്ന വാക്കുമായി അദ്ദേഹം ഇറങ്ങിയിരിക്കുന്നത് അപഹാസ്യം തന്നെയാണ്. മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾമാർ ബസേലിയോസ് ക്ലീമീസ് കാത്തോലിക്ക ബാവ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് താൻ കേക്ക് വീഞ്ഞ് എന്നീ വാക്കുകൾ പിൻവലിക്കുന്നത് എന്നും അല്ലാതെ പാർട്ടി പറഞ്ഞിട്ട് അല്ലെന്നും പറഞ്ഞായിരുന്നു അങ്ങേയറ്റം അഹന്തയും ധാർഷ്ട്യവും നിഴലിക്കുന്ന വാക്കുകൾ നിരത്തിക്കൊണ്ടുള്ള സജി ചെറിയാന്റെ പ്രസ്താവന പിൻവലിക്കൽ പ്രഹസനം. സൗദി അറേബ്യയിൽ പോയപ്പോൾ അവിടെ ബാങ്ക് വിളി കേട്ടില്ലെന്നുള്ള ഡയലോഗ് അടിച്ചിട്ട് വായടയ്ക്കുന്നതിന് മുൻപേ തന്നെ തിരിച്ചു വന്ന് തനിക്ക് ലഭിച്ച തെറ്റായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ കണക്കിലെടുക്കരുതേ എന്ന് പറഞ്ഞ് മാപ്പപേക്ഷിച്ച സജി ചെറിയാനെ കേരളത്തിലെ ജനങ്ങളെല്ലാം കണ്ടതാണ്. അതിൻ്റെ 10ൽ 1 മാന്യത ക്രൈസ്തവ നേതാക്കന്മാരെ അപമാനിച്ച പ്രസ്താവനകൾ പിൻവലിക്കുന്ന കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല എന്നതല്ലേ യാഥാർത്ഥ്യം. അങ്ങനെ ചെയ്തില്ല എന്ന് മാത്രമല്ല, പകരം തല പോയാലും ഇനിയും രാഷ്ട്രീയ വിമർശനം നടത്തുമെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ നിലപാടിനെ ന്യായീകരിക്കുകയാണ് സജി ചെറിയാൻ ചെയ്തത്. മണിപ്പൂർ വിഷയത്തിൽ സഭയുടെ പ്രതിഷേധം ഇതിനു മുൻപ് CBCI അടക്കമുള്ള ക്രൈസ്തവ നേതൃത്വം പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രി അടക്കമുള്ള കേന്ദ്ര അധികാരികളിൽ പലരെയും പല തവണ അറിയിച്ചിട്ടുള്ളതാണ്. അതെല്ലാം തമസ്കരിച്ചുകൊണ്ട് ക്രിസ്തുമസ് വിരുന്നിന് പോയപ്പോൾ മണിപ്പൂർ വിഷയം ചർച്ച ചെയ്തില്ല എന്ന് പറഞ്ഞ് സജി ചെറിയാൻ ക്രൈസ്തവർക്ക് വേണ്ടി ഒഴുക്കുന്ന കണ്ണീര് വെറും മുതലെടുപ്പ് കണ്ണീര് മാത്രമാണ് എന്ന് ക്രൈസ്തവർക്ക് നന്നായി അറിയാം. ചുരുക്കത്തിൽ തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും പറഞ്ഞത് മാറ്റില്ല എന്നും പറഞ്ഞതിലൂടെ അദ്ദേഹത്തിന്റെ പിൻവലിക്കൽ കലാപരിപാടി വെറും പ്രഹസനമായി മാറി എന്നതല്ലേ സത്യം. അതായത് മുഖ്യമന്ത്രി ഇന്ന് നടത്തുന്ന ക്രിസ്തുമസ് വിരുന്നിൽ ക്രൈസ്തവ ബിഷപ്പുമാരെ പങ്കെടുപ്പിക്കാൻ വേണ്ടി മാത്രം നടത്തിയ ആത്മാർത്ഥതയില്ലാത്ത അതര വ്യായാമം മാത്രമായിരുന്നു മന്ത്രി സജി ചെറിയാൻ നടത്തിയത്. ഏതെങ്കിലും കാരണവശാൽ ഇന്നത്തെ ക്രിസ്തുമസ് വിരുന്നിൽ ബിഷപ്പുമാർ പങ്കെടുത്തില്ലെങ്കിൽ അത് CPMന് കനത്ത തിരിച്ചടിയാകുമെന്ന് തിരിച്ചറിഞ്ഞ മുഖ്യമന്ത്രി ബിഷപ്പുമാരെ ക്രിസ്തുമസ് വിരുന്നിൽ പങ്കെടുപ്പിക്കുവാൻ വേണ്ടി പലരുമായി കൂടിയാലോചന നടത്തി സംഘടിപ്പിച്ചത് ആയിരിക്കണം ആത്മാർത്ഥത തെല്ലും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത സജി ചെറിയാന്റെ ഇന്നലത്തെ പത്രസമ്മേളനവും പ്രസ്താവന പിൻവലിക്കൽ നാടകവുമെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ സാധിക്കില്ല. ഇതൊക്കെ മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധി മതി എന്ന് മാത്രം സഖാക്കളെയും സജി ചെറിയാനെയും മുഖ്യമന്ത്രിയെയും ഓർമ്മിപ്പിക്കുകയാണ്.